കഴിഞ്ഞ സിനിമകളെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. കാരണം ഈ ഒരു സിനിമയാണ് ഇപ്പോഴത്തെ, കാരണം അത് വേറൊരു ജോണറ കൂടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഞാനത് കണ്ടൊരു എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ പുതിയതായിട്ട് കിട്ടും. അപ്പൊ ഞാൻ കണ്ടൊരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇൻ എ വേൾഡ് ഓഫ് നോയ്സ് ബേസിക്കലി ഇൻ ഫിലിം ഇൻഡസ്ട്രി, യു ഫൈൻഡ് പോയട്രി ഇൻ പോസസ് എന്നുള്ളത് ഒരു കിട്ടിയത്. ആര് ഫ്രെയിം ചെയ്തത് എനിക്കറിയില്ല. ഐ ഫൗണ്ട് ഇറ്റ് ഓൺ ദ നെറ്റ്. സോ ഓക്കെ. ഇറ്റ് സൗണ്ടഡ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ആൻഡ് ഇത്തിരി നേരം എന്നുള്ള ടൈറ്റിലിനും ആ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു പോയട്രി ഇൻ പോസസ് എന്ന് പറയുന്നതും ആ ടൈറ്റിലിന്റെ ഒരു അട്രാക്ഷനും ഒക്കെ, ഇത് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരാണ്, പക്ഷെ അതൊരു ഫിലിമിന് ടൈറ്റിലായി വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിരുന്നു. പ്രശാന്ത് വിജയ് ആണ് നമ്മുടെ കൂടെ. പ്രശാന്ത്, താങ്ക് യു. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വേറൊരു സ്ഥലത്ത് പോയതായിട്ട് തോന്നുന്നില്ല. കാരണം മീഡിയ മതെങ്കിൽ പല സമയത്തും നമ്മൾ കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ എന്താണ് ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ അത് വന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരാരെയാണ് വെൽക്കം ചെയ്യേണ്ടത്, താങ്ക്സ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഫീൽ അറ്റ് ഹോം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഈ ഇത്തിരി നേരം ടൈറ്റില് വരുന്നതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു, കാരണം അത് ഇപ്പോഴും ഭയങ്കര ക്യൂട്ട് ആയിട്ട് തോന്നുന്നുണ്ട്. അതിലെ ഓഫ് കോഴ്സ് നമ്മുടെ പ്രധാന ആക്ടേഴ്സിന്റെയും കൂടെ ഒരുമിച്ച് വരുമ്പോ ഐ ലവ് ഇറ്റ്. ആക്ച്വലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പേരിടൽ പ്രോസസ്സാണ് അതിനകത്ത് ഏറ്റവും പാടുള്ളത്. അതിശയങ്ങളായാലും ദായമായാലും ഇതെല്ലാം ഇതെല്ലാം അവസാനം സംഭവിക്കുന്നതാണ്. കുറേ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാറുമുണ്ട്. പക്ഷെ ഫൈനലി വരുന്ന സാധനം ഈ എനിക്ക് കൺസിസ്റ്റന്റ്ലി കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ്. ഇതാണ് ആപ്റ്റ് പേര് എന്നുള്ളതും, അല്ലെങ്കിൽ ഈ അട്രാക്ഷൻ ഉള്ള പേര്. പ്രോബ്ലി അങ്കുലിചാലനം മാത്രമാണ് ഇപ്പോഴും ഒരു ഡിവൈഡഡ് ഒപ്പീനിയൻ ഉള്ളത്. കുറച്ച് കടുപ്പമായി പോയോ എന്നുള്ളത്. ഇത് ഇത്തിരി നേരം ഈ പറഞ്ഞ പോലെ ഈ പേരിന് വേണ്ടി അവസാനം ഉണ്ടാകുന്ന ഒരു അന്വേഷണം ഒന്ന് പൊളിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. കാരണം നമ്മൾ എഴുതി തുടങ്ങുന്നത് തന്നെ, വിശാഖാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. വിശാഖ ഇതിന് മുമ്പ് എഴുതിയ ഒരു, ഞങ്ങൾ രണ്ടും കൂടെ വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റിന് മിണ്ടിയും പറഞ്ഞു എന്നൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് ആപ്റ്റ് ആണ്. കാരണം ഇതിലെ ഒരു ഒരു റിക്വയർമെന്റ് ഞാൻ കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്ലേ ആലോചിച്ചിരുന്നത്, ഈ റോഷന്റെ ക്യാരക്ടർ അനീഷ് തോമസ് അവതരിപ്പിക്കുന്ന ഒരു ഇന്റർവ്യൂ ഷോ ഉണ്ട്. അതിന്റെ പേരും സിനിമയുടെ പേരും ഒന്നായിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് റെഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിണ്ടിയും പറഞ്ഞു എന്നുള്ളത് പെർഫെക്റ്റ് ഫോർ ആൻ ഇന്റർവ്യൂ ഷോ, പെർഫെക്റ്റ് ഫോർ എ കോൺവെർസേഷണൽ ഫിലിം ഓൾസോ എന്നുള്ള രീതിയിൽ അത് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ടൈറ്റിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുള്ളത്. അങ്ങനെ പിന്നെ വലിയ പാനിക്കായി. അതായത് നമ്മളുടെ സ്ഥിരം വിധിയിലേക്ക് പോവുകയാണല്ലോ, അവസാന നിമിഷം പേര് തപ്പൽ എന്നുള്ളതിലേക്ക് പോയി. പക്ഷെ ഭാഗ്യത്തിന് അത്രയും വരെ കാത്തിരിക്കേണ്ടി വന്നില്ല. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കസിൻ, എൻ്റെ സൗണ്ട് ഡിസൈനർ സന്ദീപ് കുർശേരിയുടെ വൈഫാണ് ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അവിടെ നമ്മൾ ഈ മിണ്ടിയും പറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ ഉള്ള ഒരു ആ ഒരു കാഷ്വൽനെസ്സും ആ ഒരു ഇന്ററാക്ഷന്റെ സംഭവം ഈ ചാറ്റ് ഷോയുടെയും പേരായിരിക്കണമല്ലോ. പിന്നെ ഈ പറഞ്ഞ ഒരു കൂൾ, ഒരു ഈസി ലൈറ്റ് പേരെന്നുള്ളൊരു കാര്യം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നത് ഇത്തിരി നേരമായിരുന്നു. എന്നാലും ആദ്യം ഞങ്ങൾ ഷുവറൊന്നും അല്ലായിരുന്നു. പിന്നെയും കേട്ട് കേട്ട് പരിചയമായി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതിനെ ഏറ്റവും ഇപ്പോ അപ്പീലിംഗ് ആയിട്ട് തോന്നിക്കുന്നതിൽ ഒരു വലിയ ഘടകം ഭവിശങ്കർ സർക്കാസനം ഡിസൈൻ ചെയ്ത ടൈറ്റിലിനുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു നിയോൺ സൈനിലൊരു ടൈറ്റിൽ, എനിക്ക് നിയോൺ സയൻസിന്റെ വലിയ ആരാധകനാണ് ഞാൻ. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത പടങ്ങൾക്കൊന്നും നിയോൺ സൈനിൽ ടൈറ്റിൽ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. അത് കുറച്ചൊരു ഒരു ഫ്ലാഷിനെസ് അതിനകത്തുണ്ടല്ലോ. അപ്പൊ ഇതൊരു നൈറ്റ് ഒരുപാട് വരുന്ന അർബൻ സെറ്റിങ്ങിലുള്ള ഒരു പടമാണ്. അപ്പം നിയോൺ സൈൻ വിൽ ബി പെർഫെക്റ്റ് എന്ന് തോന്നി. അങ്ങനെ പവി ഞാനും കൂടെ ഇരുന്നിട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പം അതിൽ പവിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ആ സ്പീച്ച് ബബിൾ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് റിയലി നെയിൽഡ് ഇറ്റ്. എന്താണെന്നുള്ള ഒരു ചാറ്റ് ഷോയുടെ ഇതായാലും, ഞാൻ ഡിസൈൻ കഴിഞ്ഞ ഉടനെ വെറുതെ ആളുകളെ കാണിക്കുമ്പോൾ പോലും ഇതൊരു ചാറ്റ് ഷോയുടെ അല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ അല്ല, ഒരു സിനിമയാണ്. അപ്പോൾ പറയാം, എന്നാൽ അതൊരു സിനിമ, ഒരു കോൺവെർസേഷൻ സിനിമയല്ലേ. അപ്പോൾ ഇത്രയും ഒരു സിമ്പിൾ ടൈറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് ടു പവി. വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് വേ. അപ്പൊ ഇപ്പൊ പി വിയുടെ ഒരു കാര്യം സെർച്ച് ചെയ്തപ്പോ ഞാൻ വേറൊരു കാര്യം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമ അതിനു ബിഗിൻസ് മുമ്പ് വെയർ. ഈ പറഞ്ഞ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഹാറ്റ് ടു വെയർ. എഗെയിൻ എനിക്ക് തോന്നുന്നു ഇറ്റ് റെഫേഴ്സ് ടു സം ഓഫ് ദ ടൈറ്റിൽസ് ആസ് വെൽ. അപ്പൊ ടൈറ്റിൽ ഓഫ് കോഴ്സ് അതിന്റെ റിഫ്ലക്ഷൻസും ആണ്. കാരണം ഈ പറഞ്ഞ ടൈറ്റിൽസിലും ഈവൻ ഞാൻ ഈ പേരുകൾ റെഫർ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പേര് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല ആളുകളും കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കൂടുതൽ ഒരു ഫെസ്റ്റിവൽ ഓറിയന്റഡിൽ പോയിട്ടുള്ള ഫിലിംസ് ആണ്. പക്ഷെ ഇതിന്നൊക്കെ കോൺട്രാസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഈ ഒരു ഫിലിം വരുന്നത്. ഓഫ് കോഴ്സ് എല്ലാം എവിഡന്റ് ആണ്, കോൺവെർസേഷനിലാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിലാണ്. അത് പറയുമ്പോൾ ഈ പറഞ്ഞ ഇതും കൂടി പറയേണ്ടി വരും. അതായത്
സിനിമ ബിഗിൻസ് വെയർ ദ വേർഡ്സ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസും കൂടി PV ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സോ ദാറ്റ് ഓൾസോ കണക്ട്സ് ടു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആൻഡ് ലീഡിങ് ടു വിഷ്വൽ. അപ്പൊ ഈ വിഷ്വൽ അതും ഒരു സംഭവം പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിയോൺ ലൈറ്റിങ്ങിന്റെ ഒരു സംഭവം പറഞ്ഞു ടൈറ്റിലില്. പക്ഷെ ഇതിന്റെ ഒരു വിഷ്വൽ നമുക്ക് സോഫാർ കണ്ടിട്ടുള്ള കുറച്ച് വിഷ്വൽസിനും ഒന്ന് ഇതിന്റെ കാസ്റ്റ് ഡെഫിനറ്റ്ലി അതിലേക്ക് വരാം. പക്ഷെ വിഷ്വൽ ഇത് എങ്ങനെയാണ്, അതായത് രാകേഷാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്, ദായവും രാകേഷാണ്. വിഷ്വൽ ലാംഗ്വേജ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ആലോചന ഈ സിനിമയിലെ. ഇത് ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ വിഷ്വൽ ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ചെയ്ത ഒരു സാധനം. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് രാകേഷിനെ കൂടാതെ എൻ്റെ ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് നിരഞ്ജൻ ഉണ്ടായിരുന്നു. നിരഞ്ജൻ ആർ ഭാരതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ പടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആ പടത്തിനൊരു ഫീൽ ഉണ്ടാക്കുന്നതിൽ, ഒരു ലുക്ക് ഷേപ്പ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നിരഞ്ജനാണ്. എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് പോലെ ഉടനീളം ഉണ്ടായിരുന്നു. വളരെ ഇലാബറേറ്റ് ആയിട്ട് ഒരു സിറ്റി വരുന്ന ഒരു പടം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺട്രോൾഡ് അല്ലാത്ത ലൊക്കേഷനുകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. കുറച്ചൊരു നമ്മുടെ ഇൻഡിപെൻഡന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ഗറില്ല മോഡ്സ് ഒക്കെ നമ്മുടെ കയ്യിലുമുണ്ട്. അതൊക്കെ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കൊരു പ്രൊഡക്ഷൻ കുറച്ച് വലിയൊരു ക്രൂവിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടുവാണ് ട്രാഫിക് കൺട്രോൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ അതെല്ലാം കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത് ഈ ലവ് ലെറ്റർ ടു തിരുവനന്തപുരം ആസ് എ സിറ്റി എന്നുള്ളത് കുറച്ച് നാളായിട്ട് നമ്മുടെ ഒരു മനസ്സിലുള്ള കാര്യമാണ്. അപ്പം കുറച്ചൊരു സ്കെയിലിൽ ഒക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അതൊന്ന് അച്ചീവ് ചെയ്യാന്നുള്ളൊരു കാര്യം ഉടനീളം ഉണ്ടായിരുന്നു അതിനകത്തൊരു ചിന്ത. അപ്പം അത്ര റിയൽ ലൊക്കേഷൻസിൽ ചെയ്യുക, റിയൽ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്സും റോഡും അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുക, അതിൽ തന്നെ മാക്സിമം ഒതന്റിസിറ്റി കൊണ്ടുവരിക. ഇപ്പം തിരുവനന്തപുരം പരിചയമില്ലാത്തവർ വന്ന് തിരുവനന്തപുരത്ത് സിനിമ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നവർക്ക് അറിയാം, ഇറ്റ് ബോദേഴ്സ് അസ്, ഈ റോഡിലോട്ട് പോയിട്ട് അടുത്ത ഷോട്ടിൽ അപ്പുറത്തെ റോഡിലൂടെ ആണല്ലോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും വരാതെ, കഴിയുന്നത്ര വരാതെ ചെയ്യുക. ഇതുവരെ ആരും അങ്ങനെ പിടിച്ചിട്ടില്ല, തെറ്റുകളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ശ്രമങ്ങളുണ്ടായിരുന്നു. വിഷ്വൽ അതിനപ്പുറം ഇതൊരു ഈ ലവ് സ്റ്റോറിയാണ്, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ നൈറ്റിൽ നടക്കുന്നതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതിനെല്ലാം ഉപരി അതിൻ്റെ ഒരു എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതില് ഈ സ്പൂൺ ഫീഡിങ് കുറയ്ക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെയുള്ള കുറച്ച് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല ഡ്രാമ കുറയ്ക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ ഞാൻ ഓവർ ദ ഇയേഴ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഇഫ് വി ഷോ സംതിങ് ഇൻ എ കണ്ടിന്യൂസ് ഷോട്ട്, നമ്മൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇന്റർഫറൻസ് വന്നില്ലെങ്കിൽ ഒന്ന് ഡ്രാമ ലെവൽ വിൽ ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് എഡിറ്റിംഗ് കട്ട്സ് ആണ് ഡ്രാമ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊന്ന്. പിന്നെ ഇറ്റ് വിൽ ബി റിയൽ. അപ്പൊ നമുക്ക് അതിനകത്ത് കള്ളത്തരമില്ലാതെ രണ്ട് പേര് നമ്മുടെ മുമ്പിൽ നമ്മൾ അവരെ റോ ആയിട്ട് കാണുവാണ്. അപ്പം ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് നീഡ് ഇൻ ഓൾ മൈ ഫിലിംസ്. അപ്പൊ അത് ഇതിലും പ്രത്യേകിച്ചും ഈ പറയുന്ന രണ്ടുപേർ എന്ന് പറയുന്നത് ഈ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ആണ്. പറയുന്ന വിഷയം പ്രണയവും അവരുടെ ജീവിതവും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ അതിന്റെ റോ ഇന്റൻസിറ്റിയിൽ കാണിക്കുക എന്നുള്ളൊരു കാര്യം. കുറച്ച് നീളത്തിലേക്കുള്ള ഷോർട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഐ വാസ് ഓൾസോ അവെയർ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ കൊമേഴ്സ്യൽ ഫിലിം. സോ ഐ ഹാവ് ടു ഗീവ് സം സപ്പോർട്ട് ടു ദ ഓഡിയൻസ് ഇൻ ദ ഫോം ഓഫ് വിഷ്വൽ ലാംഗ്വേജ്. അപ്പോൾ അതിന് വേണ്ട ക്ലോസപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. എൻ്റെ ഒരു സ്റ്റൈലിൻ്റെയും വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ തീം, ഫ്രം ദ ജോണർ, എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് വിഷ്വൽ ലാംഗ്വേജ്. റോഷനും സരീനും രണ്ട് ഹോട്ട് ടാലൻസ് ആണ് മലയാളത്തിലെ, വിത്ത് ഒരു പാൻ ഇന്ത്യ അട്രാക്ഷൻ ഉള്ള ആളുകളാണ് രണ്ടുപേരും. മാറ്റർ അത് കഴിഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, അത് വേണോ വേണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പക്ഷെ ഈ ചോയ്സും ഇവരെ ഉപയോഗപ്പെടുത്തുന്നതും അത് ഉപയോഗം എന്നുള്ളത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഈ പറയുന്ന കാസ്റ്റും ക്രൂവും എല്ലാം ഉപയോഗപ്പെടുത്തുക തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലൊരു മര്യാദയൊന്നും കൊടുക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നാലേ കാര്യം നടക്കും. ദേ ഓൾസോ നോ ദാറ്റ് ദേ ആർ ബീങ് യൂസ് ഫോർ സംതിങ് മച്ച് ബിഗർ ദാൻ ഓൾ ഓഫ് അസ് എന്നുള്ള കാര്യം. അപ്പൊ ഇത് റോഷൻ എന്റെയും വിശാഖന്റെയും മനസ്സിൽ എപ്പോഴോ കടന്നുകൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അതിനുള്ള ഒരു എവിഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ റോഷൻ ആയിരുന്നു ഈ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. റോഷൻ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റിൽ റോഷൻ പറഞ്ഞ ഏറ്റവും വലിയ ചേഞ്ച് അതായിരുന്നു, ഈ പേര് മാറ്റണം, എനിക്ക് തൊട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളതായിരുന്നു. ആ, പിന്നെ റോഷൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനു മുമ്പ് കൂടെയൊക്കെ കൂടെയും മൂത്തോനും ഒക്കെ കാണുമ്പോഴാണ് തോന്നുന്നു ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, ഇതൊരു ആക്ടർ ആണല്ലോ, ദാറ്റ് ഈ ജനറേഷനിൽ മാറി നിൽക്കുന്ന ഒരു ആക്ടർ ആണല്ലോ, ദാറ്റ് സമ്മൺ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് എന്നുള്ളത്. അപ്പൊ അത് ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ജിയോ വഴി റോഷനിൽ എത്തുന്നതും റോഷൻ എസ് പറയുന്നതും. അത് റോഷൻ ഈ എസ് പറയാൻ രണ്ട് ഘടകങ്ങൾ കാരണമായത്, ഒന്ന് ഈ സ്ക്രിപ്റ്റും ഒന്ന് അതിനു മുമ്പ് ഞാൻ ചെയ്ത അതിശയങ്ങളുടെ വേനലും ആണെന്നുള്ളത് എനിക്ക് എക്സ്ട്രാ സന്തോഷം തരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു റോഷൻ്റെത്. സെറിൻ മച്ച് ലേറ്റർ വന്നൊരു ചോയ്സ് ആണ്. കുറച്ച് ചോയ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് സെറിൻ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ എല്ലാത്തിനും കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു. പെർഫെക്റ്റ് ആക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ ഷീസ് എ ടെറിഫിക് പെർഫോമർ എന്നുള്ള കാര്യം. രണ്ട്, ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി, ദാറ്റ് ദേ വർ ഓൾറെഡി ഫ്രണ്ട്സ്, ദേ ഹാഡ് ഓൾറെഡി ഗോൺ ത്രൂ എ തിയേറ്റർ ക്യാമ്പ് ടുഗദർ ആദിശക്തിയിൽ. അപ്പൊ അതൊരു ബോണ്ടിങ് എക്സസൈസ് ആണ് ഒരു തിയേറ്റർ ക്യാമ്പിന് ഒരുമിച്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ദീസ് ക്യാരക്ടേഴ്സ് ഹാവ് എ പാസ്റ്റ്. അവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് അതേ സാധനം റിക്രിയേറ്റ് ചെയ്യാൻ ദർ ഇസ് നോ ട്രബിൾ ഇൻ ദാറ്റ്, ആ ഒരു സോണിൽ കയറാനായിട്ട്. പിന്നെ ഇവര് ഒരു ഐസ് ബ്രേക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഇവർ തമ്മിൽ നമ്മൾ അറിയാം, ആസ് എൻ എ ലവ് സ്റ്റോറി ഇവർ ഫിസിക്കലി ഇന്റിമേറ്റ് ആയിട്ട് ഇടപഴകേണ്ട സമയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയി. ബിറ്റ്വീൻ ദം ദേ ഹാവ് നോ ഇൻഹിബിഷൻസ്. അപ്പൊ അതൊക്കെ വലുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പണ്ട് കമൽഹാസൻ പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചെറുപ്പത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്തതാണ്. അപ്പോൾ 4 ലക്ഷത്തിന്റെ നാടകം ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസത്തെ എങ്കിലും മിനിമം ആക്ടിങ് ക്യാമ്പ് വെക്കാറുണ്ട്, വർക്ക്ഷോപ്പ് വെക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് 4 കോടിയുടെ സിനിമ ചെയ്യുമ്പോൾ അത് ചെയ്യാത്തത് എന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യത്തിനും ആ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ 2-3 ദിവസം തൊട്ട് 1-2 ആഴ്ച വരെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനും എനിക്കൊരു ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമായിരുന്നു, നമുക്ക് ഇത് ചെയ്യണം. അപ്പം ദേവർ ഓൾസോ, കാരണം ഇവർ ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ദേവർ ബോത്ത് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. അപ്പം അവരുടെ ഡേറ്റ്സ് തരുമ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് തരുന്നത്. ഒന്ന് 3-4 ദിവസം ഉണ്ടായിരുന്നു നമ്മൾ. നന്ദു ചേട്ടനൊക്കെ ഒരു ദിവസം വന്നിട്ട് നന്ദു ചേട്ടൻ ഒരു ടേബിൾ റീഡായിട്ട് നന്ദു ചേട്ടൻ ഫുൾ പോർഷൻ കവർ ചെയ്ത്, നന്ദു ചേട്ടൻ ആനന്ദുമാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ ഇവരെല്ലാം കൂടെ ഉള്ള ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ നന്ദു ചേട്ടൻ്റെ ആ ഒരു പ്രോസസ്സിലായിരുന്നു എനിക്ക് ഈ തിരുവനന്തപുരം ലാംഗ്വേജസിൽ, ഇപ്പം ഞാനും ലാംഗ്വേജ് സ്ലാങ്ങിൽ ഞാനും വിശാഖം വരുത്തിയിട്ടുള്ള തെറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഇത് ചെയ്യുന്നത്, കറക്ഷൻ ഒക്കെ വരുന്നത് നന്ദുചേട്ടൻ്റെ ഇൻപുട്സ് കൊണ്ടാണ്. പിന്നെ ഇവരുടെ എന്ന് വെച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് ഇവർ ആ ക്യാരക്ടേഴ്സ് ആയി അതിലുള്ള എല്ലാ ഡൗട്ടുകളും തീർക്കുന്നൊരു സെഷൻ ആയിരുന്നു 2-3 ദിവസം ഉണ്ടായിരുന്നത്. ഒന്ന് ആദ്യം ഒരു ടേബിൾ റീഡ് പോലെ ഉണ്ടായിരുന്നു. ഡയലോഗ്സ് കംപ്ലീറ്റ് സ്മൂത്ത് ആൻഡ് ചെയ്തെടുത്തു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റോഷൻ അതിൻ്റെ ആവശ്യമില്ല, കാരണം റോഷൻ എന്ത് ഡയലോഗ് എത്ര വളച്ചൊടിച്ച് കൊടുത്താലും അത് വളരെ സ്മൂത്തായിട്ട് കറക്റ്റ് മോഡുലേഷനിൽ ഡെലിവർ ചെയ്യുന്ന ആളാണ്. പിന്നെ എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പ്രണയത്തെ പറ്റി ഈ പ്രായത്തിനെ പറ്റിയൊക്കെ ആയതുകൊണ്ട് ക്രിഞ്ച് ആവരുത് എന്നൊരു ഒരു ശക്തമായ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അഗൈൻ ഒരു സബ്ജക്റ്റീവ് സാധനമാണ്, ഓരോരുത്തർക്കും തോന്നുന്ന ഓരോന്നാണ്. അപ്പൊ ഇതിൻ്റെ അടുത്തെല്ലാമായിരുന്നു ആദ്യത്തെ ഇത്. രണ്ടാമത്തത് ഈ ഞാൻ പറഞ്ഞ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. അതായിരുന്നു എൻ്റെ തലയിലും കംപ്ലീറ്റ്ലി ഫിഗർഡ് ഔട്ട് അല്ലാത്തൊരു പാർട്ട്. കാരണം അറിയണമല്ലോ ഇവരെങ്ങനെയാണ്, ഈ രണ്ട് ആൾക്കാരാണല്ലോ, അവരെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഐ വോണ്ടഡ് ടു സീ ഇറ്റ്. അപ്പൊ അത് അവർ ഫിഗർ ഔട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ എത്തിയപ്പോഴത്തേക്കാണ് പിന്നെ ഈ ക്യാരക്ടർ സേഫ് ആണ്, പിന്നെ നമുക്ക് ഷൂട്ടിലേക്ക് പോവാം എന്നൊരു ധൈര്യം ശരിക്കും വരുന്നത്. അപ്പൊ ഇതായിരുന്നു എനിക്ക് വളരെ എൻജോയബിൾ പ്രോസസ് ആയിരുന്നു. ഈ ദിസ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ ദാറ്റ്. ചോദിക്കണമെന്ന് സംശയിച്ച കാര്യത്തിലേക്ക് വരാം. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ആക്ട്രസിനെ തീരുമാനിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഇത് ചെയ്തിട്ട് കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഐ മീൻ കംപ്ലീഷൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ടു റിലീസ് ബേസിക്കലി. അപ്പോ ഇതിനുശേഷം സിനിമകൾ വരികയാണ്, ലൈക്ക് റോന്ത് പോലെയുള്ള സിനിമകൾ. അപ്പൊ ഈ നമ്മുടെ ആക്ടറിന്റെ പല എക്സ്പ്രഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ്. ലൈക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഇന്ററാക്ഷൻ മുമ്പിലൊക്കെ. പി വിക്ക് അങ്ങനെ ഒരു ഡൗട്ടോ ഇല്ല അല്ലെങ്കിൽ ഇല്ല ഇല്ല എനിക്ക് അങ്ങനെ കൺസേൺ ഇല്ലായിരുന്നു. ആക്ച്വലി ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ബോത്ത് ഓഫ് ദീസ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ റെക്കഗ്നൈസ്ഡ്. ഇവര് ഈ പറയുന്ന നമ്മൾ TV കൊമേഴ്സ്യൽസിലോ അങ്ങനെയുള്ള ഒരു ഓവർ എക്സ്പോഷർ വരുന്നുമില്ല.
ഇറ്റ്സ് ലൈക്ക് ദ റൈറ്റ് എമൗണ്ട് ഓഫ് എക്സ്പോഷർ, റൈറ്റ് എമൗണ്ട് ഓഫ് ഹൈപ്പ്. അതിപ്പം റോഷനും സെറിനും മാത്രമല്ല, ആനന്ദ് ആയാൽ പോലും ദ കൈൻഡ് ഓഫ് വർക്ക് ഹി ഹാസ് ഡൺ, ഇതെല്ലാം ഈ പറഞ്ഞ ഒരുപക്ഷെ കുറച്ച് നാൾ മുമ്പ് ഉള്ളതിനെക്കാട്ടിലും ഈ സിനിമയുടെ സ്റ്റേച്ചർ, അതിന്റെ സ്റ്റാർ വാല്യൂ, അതിന്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം ഒരുപാട് ഉയർത്തിയിട്ടേ ഉള്ളൂ. അഗെയിൻ, ടോക്കിംഗ് ഓഫ് ദ അതർ റോൾസ്, ഐ വാസ് പ്രെറ്റി ഷുവർ ദാറ്റ് ഇതുപോലൊരു സാധനം ചെയ്യത്തില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം സെറിനെ നമ്മൾ ഒന്ന് രണ്ട് റോളുകൾ കണ്ടിട്ടുണ്ട്, ഐ മീൻ സിഗ്നിഫിക്കൻറ്റ് റോളുകൾ കണ്ടിട്ടുണ്ട്, റോഷനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇതിൽ. ഈ ഒന്ന് ഒരു റൊമാൻറ്റിക് ലീഡ്സ് ആയിട്ട് വരുന്നത് തന്നെ ഒരു ഇറ്റ് ബ്രിങ്സ് എ ഫ്രഷ്നെസ് എന്നുള്ളതാണ്. അതുപോലെ എല്ലാവരും ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ പറയുവാണെങ്കിൽ നന്ദു ചേട്ടൻ്റെയും ഇതുപോലൊരു ക്യാരക്ടർ, ഈ ലുക്ക്, ഈ ഗെറ്റപ്പ്, ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്നുള്ളത്. പറയുമ്പോൾ ഒരു ടോൾ ക്ലെയിമായിട്ട് തോന്നാം, പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. ഈ ഇതിൽ കടന്നു പോകുന്ന ഇമോഷൻസ്, ഇതിൽ കടന്നു പോകുന്ന ആർട്സ് ഒക്കെ കുറച്ച് യുണീക്ക് തന്നെയാണ്. ആക്ച്വലി അതുകൊണ്ട് ലൈക്ക് ഇതിന് ഇവർക്ക് കൂടുതൽ ഇത് കിട്ടുമ്പോ, ഇവരുടെ സിനിമകൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോ അത് ഇറ്റ്സ് ആഡിങ് വാല്യൂ. സോ ഇറ്റ്സ് വെരി ഐ അണ്ടർസ്റ്റാൻഡ് ദ അതർ കേസ് ഹാപ്പൻസ് ടു മെനി പീപ്പിൾ, ഈ ഓവർ എക്സ്പോഷർ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള ആൾക്കാരല്ലല്ലോ, അതുകൊണ്ട് ഉള്ള ഒരു ഗുണമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ആ ഒരു ഫൺ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണുകയായിരുന്നു. സോ ദാറ്റ് ഓൾസോ ലുക്സ് വെരി കൂൾ. ഒരു എന്താ പറയുന്ന ഒരു പവർ ഹൗസ് ആണ്. അതുപോലെ അത് എല്ലാവരും ഈ പറഞ്ഞ ഈ 4 പേരും ദേ ഹാഡ് ടു ബി ഇൻ എ ക്ലോസ് ദിസ് തിങ് ഫോർ എ ലോങ് ടൈം. അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കരമായ ഒരു ബോണ്ടിങ് ഉണ്ടായി. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഐ വാസ് മിസ്സിങ് ഇറ്റ് ഔട്ട് ബിക്കോസ് ഐ ഹാഡ് ടു റൺ അറൌണ്ട് വിത്ത് അതർ തിങ്സ്. എന്നാലും ഞാൻ മിക്കവാറും ഇത് വെച്ചിരിക്കുമായിരിക്കും, ഹെഡ്ഫോൺ വെച്ചിരിക്കും. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ കേൾക്കാം, ഇവർ പറയുന്ന തമാശകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ചിലപ്പോൾ ഞാൻ പോയി ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് ഫണ്ണായിരുന്നു, എക്സെപ്റ്റ് വെൻ ഐ മീൻ ദ വർക്ക് വാസ് റിയലി റിയലി ഹാർഡ്. കാരണം ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു, കണ്ടിന്യൂസ് ഡേ നൈറ്റ് ഒക്കെ. അതിലൊരു ഫോട്ടോയിലൊക്കെ എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം, ഫുൾ ഡാർക്ക് സർക്കിളൊക്കെ ആയിട്ട് ആണ്. അതിൻ്റെ ലാസ്റ്റ് ദിവസത്തെ ഷൂട്ടിന്റെ ഫോട്ടോ ആണ്. അപ്പൊ ഇതെല്ലാം ഡെസ്പൈറ്റ് ഓൾ ദാറ്റ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ലുക്കിംഗ് ബാക്ക്. ഇത് നമ്മൾ സെറ്റിൽ ആയിട്ട് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ സൗണ്ട് സ്കേപ്പ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് റിസർച്ച്ഡ് ഓൺ, ഒരു ഫെലോഷിപ്പിലൊക്കെ ഉള്ളതാണ്. ആൻഡ് ഓൾസോ യു ഹാവ് സന്ദീപ് വെരി സ്ട്രോങ് റൈറ്റ് ഹാൻഡ് വിത്ത് യു. അപ്പൊ സൗണ്ട് സ്കേപ്പിനെ കുറിച്ച് ഇത് സിംഗ് സൗണ്ടും ആയിരുന്നു സിനിമ? സിംഗ് സൗണ്ട് അല്ലാതെ ഒരു പരിപാടി തൽക്കാലം മനസ്സിലില്ല. ഇത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവര് എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു, അതാണ്. റോഷൻ, സെറിൻ, നന്ദുചേട്ടൻ പോലും ആ ഒരു തലമുറയിലെ ഹീസ് എ സ്ട്രോങ് എന്താ പറയുക അഡ്വക്കേറ്റ് ഓഫ് ദാറ്റ്. ആനന്ദ് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് മറ്റേ ട്രെയിലറിലുള്ള സീൻ കണ്ടിട്ട് പറഞ്ഞ് ഈ മോഡുലേഷൻ ഒന്നും അപ്പോഴല്ലാതെ എനിക്ക് ഡബിങ്ങിൽ ചെയ്യാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നന്ദുചേട്ടൻ രണ്ടും പറ്റും. നന്ദുചേട്ടൻ നമ്മൾ കുറച്ച് ഈ ബീച്ചിനടുത്തുള്ള സീൻസിലൊക്കെ കുറച്ച് കറക്ഷൻ ഡബിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്ദുചേട്ടൻ വന്ന് ചെയ്യുന്നത് കണ്ടാൽ അന്തം വിട്ടു പോകും. നന്ദുചേട്ടൻ ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, അതുപോലെ അങ്ങ് ചെയ്യും. ബാക്കി എല്ലാവരും സ്ട്രഗിൾ ചെയ്യണം റീക്രിയേറ്റ് ചെയ്യാനായിട്ട്. കാരണം എല്ലാവർക്കും ആ ഒരു റിയൽ ടൈം അഭിനയത്തിന്റെ ഒരു പവർ അവർ ശരിക്കും ചെയ്യുന്നുണ്ട്. അത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ഇതാണ്. സിക്സ് സൗണ്ട് വാസ് ഡിഫോൾട്ട് ചോയ്സ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പറയാതെ പറയുന്ന കാര്യങ്ങൾ, ഇടർച്ചകൾ, അതെല്ലാം ക്യാപ്ചർ ചെയ്യാം. അത് വേറൊരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല അത് പറ്റും എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ റോഡുകളിൽ നടന്നിട്ടുള്ള സംഭാഷണങ്ങൾ, ഓട്ടോ, കാർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിയൽ ടൈം ക്യാപ്ചർ എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ, നമ്മൾ ഇതിൽ കുറച്ച് ബാർ സീനുകളൊക്കെ വരുന്നുണ്ട്, ട്രെയിലർ കണ്ടറിയാം. ഞങ്ങൾ പിന്നെ ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അങ്ങനെയല്ല, അത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഡയലോഗ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. പിന്നെ ഞങ്ങൾ എത്രയോ ബാറുകളിൽ കയറി രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങൾ, ഒരുപാട് ലെയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി ഒരു ബാറിലിരിക്കുന്ന ഫീൽ നമുക്ക് തോന്നും, അത്രയും ആംബിയൻസ് സൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ നടുക്കൂടെ നമ്മൾ ഇവരെ കേൾക്കുന്നു, ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ, സ്വകാര്യ സംഭാഷണങ്ങളും നമ്മുടെ ചെവിയിൽ വരുന്നുണ്ട്. പക്ഷെ ആ ലോകത്തിലാണ് ഇവർ നിൽക്കുന്നത്.
അപ്പം അങ്ങനെയുള്ള ഒരുപാട് രസമുള്ള സംഭവങ്ങൾ സൗണ്ടിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എഗെയിൻ ഇതിനകത്ത് എല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന സിനിമകളുടെയൊക്കെ ഒരു എന്താ ഇൻഹറന്റ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും വലിയ ബഹളമല്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഈ ഇതിലെ സൈലൻസുകൾ ആണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആ സൈലൻസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ എഫക്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്ന് എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് ബഹളമാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. കണ്ണിപ്പെടുന്നത് ബഹളമാണല്ലോ. കണ്ണിപ്പെടുന്നതും കാതിൽപ്പെടുന്നതൊക്കെ ബഹളമാണല്ലോ. അപ്പൊ ഇതും അങ്ങനെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നവർക്കൊരു ഒരു ട്രീറ്റ് തന്നെയാണ് ഇതിലെ സൗണ്ട്. നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ഇപ്പൊ ടൈറ്റിലിങ്ങിനും കുറിച്ചും ശബ്ദ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണത്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് വൺ ഇഞ്ച് ബാരിയർ. വൺ ഇഞ്ച് ബാരിയറിന്റെ കോ ഫൗണ്ടർ ആണ്. സോ സബ് ടൈറ്റിലിംഗ് അറിയാത്ത ആളുകൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പോപ്പുലറും ഫെസ്റ്റിവൽ സിനിമകളൊക്കെ ആയിട്ട് ഒരുപാട് സക്സസ്ഫുൾ ഫിലിംസിന്റെ സബ് ടൈറ്റിൽസ് മഞ്ഞുമൽ ചെയ്തിട്ടുള്ളതാണ് ബോയ്സ്. വൺ ഇഞ്ച്. അതെ അതെ അതെ, മഞ്ഞുമൽ ബോയ്സ് സബ് ടൈറ്റിൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഏറ്റവും ആദ്യത്തെ സിനിമ തന്നെ വളരെ സുഫിയും സുജാതയും അതിലത്തെ ഒരു ഖുറാൻ വേഴ്സസ് ഉറുദു ലൈൻസ് ഒക്കെ ഉള്ള ലിറിക്സിനെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. ദാറ്റ്സ് ടീം. യുനോ ഇനീഷ്യലി നിങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു തോന്നുന്നു ടീം എന്ന് പറയുമ്പോൾ, ബട്ട് നൗ ഇറ്റ് ഇസ് എ എക്സ്പാൻഡ് ബിഗ് ടീം ചെയ്തിട്ടുണ്ട് ഒരുപാട് റിലേറ്റീവ്. പേരുണ്ട്. യാ. അപ്പൊ വൺ ഇഞ്ച് ബാരിയറിന്റെ തന്നെ ആയിരിക്കുമല്ലോ ഇത് സ്വാഭാവികമായിട്ടും ഇത് അതെ അതെ സബ് ടൈറ്റിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതെ അതെ. അവിടെയും ഈ പറഞ്ഞ കുറെ സൂക്ഷ്മതകൾ ഉണ്ടല്ലോ, ലൈക്ക് പോസസ്. സബ് ടൈറ്റിൽ ചെയ്യുന്ന പരിചയം കൊണ്ട് സിനിമ ചെയ്യുമ്പോൾ ചില ഇംപ്രൂവൈസേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സൂക്ഷ്മതകൾ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ട് ഉണ്ട്. ഒരു തല കൊണ്ട് ആലോചിക്കേണ്ടി വരുന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ചിലപ്പം സൗണ്ട് മിക്സിന് ഇരിക്കുമ്പോൾ സന്ദീപ് എന്നോട് പറയാറുണ്ട്, അത് എനിക്ക് ഇത് കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചാൽ കൊള്ളാം, കാരണം എനിക്ക് മറ്റേ സബ് ടൈറ്റിലുമായിട്ട് ക്ലാഷ് ആവും എന്ന് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഒരു തല കൊണ്ട് ആലോചിക്കുമ്പോൾ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇല്ല എല്ലാം ഒരു ഒരു ഈ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഇപ്പം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ഹെൽപ്പ് ഓടെയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ ടാലൻസ്, അവരുടെ സ്കിൽസ് യൂസ് ചെയ്യുവാണ്. അപ്പൊ അതില് എത്രത്തോളം എന്റേതാവുന്നു അത്രത്തോളം കൺട്രോൾ വരുന്നു എന്നുള്ളതാണ്. വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് തന്നെ ഇന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺട്രോൾ ഡെഫിനറ്റ്ലി സബ് ടൈറ്റിലിനുണ്ട്. അപ്പം ഇതിൽ തന്നെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അല്ലാതെ ഒരു മലയാളത്തിലെ തമാശകൾ എങ്ങനെ മറ്റേതിലേക്ക് ആക്കും, അപ്പൊ അതിനൊക്കെ കുറച്ച് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ള. ട്രെയിലറിലും ഒരു ചെറിയ സാധനമൊക്കെ ഉണ്ട്, പേഴ്സൺ ഓഫ് വയർ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു സബ് ടൈറ്റിൽ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് ഡയലോഗ് അങ്ങനെയല്ല, ഫുള്ളായിട്ട് കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് കിട്ടുന്നത്. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ രണ്ടല്ല മൂന്ന് മെയിൻ ആളുകളെ കുറിച്ചൊന്ന് പറഞ്ഞു പോകണമെന്നുണ്ട്. ഒന്ന് രാകേഷ് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നു, എഡിറ്റർ കാര്യം. പിന്നെ സന്ദീപിനെ കുറിച്ച് ഹിന്റ് ചെയ്തിരുന്നു. പക്ഷെ ദാറ്റ്സ് ഓഫ് കോഴ്സ് ഡയറക്ടറിന്റെ ഐഡിയ ആയിരിക്കാം, പക്ഷെ എക്സിക്യൂഷൻ വൈസ് ദർ കോൺട്രിബ്യൂഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. സോ അവരെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട്. രാകേഷ് പറഞ്ഞ പോലെ ദായത്തിൽ വന്നൊരു ഇക്വേഷൻ ഉണ്ട്. ദായം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇമ്മീഡിയറ്റ്ലി ഉള്ളൊരു ഷൂട്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഒരു സമയത്ത് പ്ലാൻ ചെയ്തിരുന്നു, അത് പിന്നെ നടന്നതേ ഇല്ല. അങ്ങനെയാണ് രാകേഷ് ആ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. രാകേഷ് ഇതിനെ ഈ പറഞ്ഞ രാകേഷിന് ഈ പറയുന്ന ലൊക്കേഷൻസുമായിട്ടൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, തിരുവനന്തപുരം ത്തുള്ള ഒരു പരിചയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കളർ സ്കീംസ് വരുന്നുണ്ട്. ഒരു ഇപ്പം ട്രെയിലറിൽ തന്നെ എനിക്ക് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബാറിലായിരിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു നമ്മുടെ ഈ കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആ പർപ്പിളും പിങ്കിന്റെ ഒരു ഇതുണ്ട്. അതൊരു കുറച്ച് പോർഷൻ അത് തന്നെയാണ്. പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന വാം ടോൺസ് വരുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഈവൻ ഇവരുടെ ഒരു എക്സ്റ്റെൻഡഡ് കാർ യാത്രയുണ്ട്. അപ്പൊ ആ കാർ യാത്രയിലും പിന്നെ വാമും കൂളും ഒക്കെ മാറി മാറി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ലൈറ്റിങ്ങിലൊക്കെ ഒരു പാറ്റേൺ ഡിസൈഡ് ചെയ്യുന്നതിൽ രാകേഷ് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് എനിക്കൊന്ന് അതിനു മുമ്പേ ഈ ബിക്കോസ് ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ടീമിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ രണ്ട് ടീമുകളുടെ എൻ്റെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെയും അവരുടെ ക്രൂവിന്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഫ്രാൻസിസ് ആദ്യമേ ഇതിനകത്ത് ഇന്നയായതാണ്. ഫ്രാൻസും വളരെ ഏർലി ഡ്രാഫ്റ്റ് ഓഫ് ദിസ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. കാരണം ഈ
കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമായതുകൊണ്ട് പിന്നെ ഫ്രാൻസിസിനെ ഈ പറഞ്ഞ പോലെ നാഗർകോവിലാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെയും ഈ ജോഗ്രഫി ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പേഴ്സണലി മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെയാണ് ഫ്രാൻസും വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ അങ്കുലിചാരിതം വശങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദായത്തിലും ഇതിലും ഫോളോ ചെയ്തൊരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എഡിറ്റർ സെറ്റിൽ വരാനേ പാടില്ല. കാരണം ആദ്യത്തേൽ അത് ഇന്നോവേറ്റബിൾ ആയിരുന്നു. കാരണം എഡിറ്റ് ചെയ്തത് സൗണ്ട് റെക്കോർഡിംഗ് കൂടെ ചെയ്ത് ജിജി ആയിരുന്നു എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഹി വിൽ ബി ഇൻ ഓൺ സെറ്റ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിപ്പം താഴത്തിൽ ക്രിസ്റ്റിയും ഇതിൽ ഫ്രാൻസിസും ഐ വാസ് പ്രിറ്റി sure. I mean, I made sure that they won't come to the location so that അവർ റഷസ് കിട്ടുമ്പം ഇറ്റ് വിൽ ഓൾ ബി ഈക്വൽ ഫോർ ദം. ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടൊരു ജഡ്ജ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നു. ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളിപ്പം ഒരു 14 ടേക്ക് പോയ ഒരു വലിയൊരു സീൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 14 പോകാൻ കാര്യം എന്ന് വെച്ചാൽ അതിനു മുമ്പുള്ള നമ്മൾ ഹാപ്പി ആവാത്തതുകൊണ്ടാണ്. അപ്പൊ അതില് ഫ്രാൻസിസ് പക്ഷെ നോക്കുമ്പോൾ അതിന് മുമ്പുള്ള ഒരു ടേക്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അതല്ലല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കും അത് ഓക്കെ ആവുകയാണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എഡിറ്റിന് ഇരിക്കുമ്പോൾ അത് വരുന്നത്. അപ്പം അതായത് ഇതിലുള്ള ഒരു പ്രോസസ് എന്ന് വെച്ചാൽ യു മേക്ക് ദ ഫസ്റ്റ് അസംബ്ലി, ഫസ്റ്റ് കട്ട് ആൻഡ് ദെൻ വി വിൽ സിറ്റ് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും അവരുടെ എഡിറ്റേഴ്സിൻ്റെതായ ഐഡിയാസ് മുഴുവൻ വെളി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനുമായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു താളം അവർക്ക് മനസ്സിലാവുകയും പിന്നെ അത് റിഫൈൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീട്ടിലായിരുന്നു ഇരുന്ന് എഡിറ്റ് ചെയ്തത്. നല്ല എൻജോയബിൾ പ്രോസസ്സായിരുന്നു. പിന്നെ ഇതിലെ പാട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം നമ്മൾ പാട്ടുകളെ പറ്റി ഇനി വരുമായിരിക്കും. ഞാൻ ആദ്യം ഒരു കൊളുത്തിട്ടതാണ്. പാട്ടുകൾ ഇതിൽ വന്ന് പോകുന്ന പാട്ടുകളാണ്. നമ്മൾ കഥ നിർത്തിയിട്ട് പാട്ടിന് വേണ്ടി നിൽക്കുക എന്നൊരു സാധനമല്ല, ഡാൻസും ഒന്നുമില്ല, സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നില്ല. അപ്പൊ അത് എനിക്കത് എൻ്റെ റെഫറൻസ് ഈ ഹോളിവുഡ് സിനിമകളിൽ പാട്ട് വരുന്നതാണ്. അതിൻ്റെ കഥയുടെ ഭാഗമായിട്ട് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് പാട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള 5 പാട്ടുകളുണ്ട്. എൻ്റെ സിനിമയെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. പക്ഷെ 5 പാട്ടും പല്ലവി അനുപല്ലവി ഒക്കെ വരുന്നുള്ളൂ, പൂർണ്ണമായിട്ട് വരുന്നില്ല. അപ്പൊ അതിൻ്റെയും ഫ്രാൻസിസിന്റെ കട്ടുകൾ വളരെ അതിന്റെ ഇപ്പൊ നീ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട് പോലും ഇറ്റ് കംസ് ഇൻ ദ ഫിലിം ഇൻ എ വെരി ഡിഫറെന്റ് വേ, വെരി അൺഎക്സ്പെക്ടഡ് വേ. അതിന്റെ ഒരു ടൈറ്റിൽ സീക്വൻസിൽ ഈ ലീഡ് ക്യാരക്ടേഴ്സ് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്ന തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ പോകുന്ന കാഴ്ചയുടെ മുകളിലൂടെയാണ് അത് വരുന്നത്. ബട്ട് ഈവൻ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ. അപ്പൊ അതിന് കാരണം ഫ്രാൻസിസിന്റെ ആ എഡിറ്റിംഗ് ആണ്. കറക്റ്റ് ആ ബീറ്റിനനുസരിച്ചുള്ള കട്ടിലൂടെയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അങ്ങനെ പല പാട്ടുകൾ പലതും ഞങ്ങൾ മൊണ്ടാഷായിട്ട് ആദ്യം എഡിറ്റ് ചെയ്യുകയും പിന്നെ പാട്ടുകൾ എന്നൊരു ഐഡിയ വരുമ്പം അത് അതിനനുസരിച്ച് മാറ്റുകയും ചെയ്യുന്നു. അത് വളരെ ഇഴുകിച്ചേർന്ന് പോകുന്ന ഇതാണ്. അപ്പം പിന്നെ സന്ദീപൻ ഓഫ് കോഴ്സ് ഇതിനെല്ലാം ഉപരി ടെക്നിക്കൽ ക്രൂവിന്റെ പാട്ടെന്നുള്ളതിനുപരി എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. എന്ന് മാത്രമല്ല, എസ്പെഷ്യലി ഫോർ ദിസ് ഫിലിം, ദിസ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഫ്രം ഹിം. ചേട്ടൻ്റെ ഒരു ഇതുപോലൊരു സുഹൃത്തുക്കളിൽ നിന്ന് കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞൊരു കഥയാണ്. അത് പിന്നെ അന്വേഷിച്ച് പോയപ്പം ശരിക്കും അവരുടെ ഒരു സുഹൃത്തിന് നടന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ ഒരു അക്കൗണ്ട് പുള്ളി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നമ്മൾ ഒരുപാട് ഫിക്ടീഷ്യസ് എലിമെന്റ്സ് ചേർത്തു, ഈ ഒരു ലവ് സ്റ്റോറി എന്നുള്ളൊരു കാര്യം ചേർത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പേരിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ ആണ്. ഇനിയൊരിക്കൽ ഞാൻ ആക്ച്വലി വിട്ടുപോയിരിക്കായിരുന്നു, നന്നായത് സൂചിപ്പിച്ചത്. അത് കവിത എഴുതിയിട്ട് ലിറിക്സ് ആക്കിയതാണോ അതോ ഹൗ വാസ് ദാറ്റ്? ഇന്നും അവിടെ വെയിൽ മറച്ചു നിഴൽ പരത്തുന്നു. അതിന്റെ ഒരു പ്രോസസ് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ റിക്വയർമെന്റ് ഇതായിരുന്നു. ആ ടൈറ്റിൽ സീക്വൻസിന് വേണ്ട ഒരു സാധനം പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് ടു ദ വിഷ്വൽസ് എന്നുള്ളത്. അത് രണ്ടുമായിരുന്നു എൻ്റെ ഇനീഷ്യൽ ഐഡിയാസ്. വിഷ്വൽസ് വളരെ ഓർഡിനറി ഡെയിലി ലൈഫ് സാധനങ്ങളായിരിക്കണം, പക്ഷേ ദിസ് ഷുഡ് ബി മച്ച് അബോവ് ദാറ്റ്. ആൻഡ് ആ ഒരു പാട്ട് ഈ സിനിമയെ റെപ്രസെന്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഈ സിനിമയുടെ തീം റെപ്രസെന്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങളൊരു സോഫ്റ്റ് മറ്റേ ഹോളിവുഡ് റൊമാൻറ്റിക് പടങ്ങൾ തുടങ്ങുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് സാധനമാണ്. പക്ഷെ അത് മലയാളത്തിൽ അങ്ങനെ വർക്ക് ആവുന്നില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി മലയാളം ലിറിക്സ് വരുമ്പോൾ. പിന്നെ ഒരുപാട് ഇത് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് ട്രൈ ചെയ്തിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. പല ജോണറുകളും നമ്മൾ, കാരണം എന്ത് ജോണറും ആവാം, ഈ വിഷ്വൽസിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് ജോണറും ആവാം എന്നുള്ളതിൽ ഫൈനലി ഈ ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ അതിൽ ലിറിക്സിന്റെ ഐഡിയ ആണ് ആദ്യം വന്നതെന്ന് പറയാം. കാരണം ഞാൻ 2 കാര്യങ്ങൾ ബേസിനോട് പറഞ്ഞത്, ഒന്ന് എനിക്ക് കോൺവെർസേഷണൽ സോങ്സിനോടുള്ള എൻ്റെ ഒരു താല്പര്യമുണ്ട്. അത്
കൂടുതലും ഹിന്ദിയിലാണ് നായകൻ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. അത് മിക്കവാറും എല്ലാം പ്രണയഗാനങ്ങളാണെങ്കിലും അതിൽ പല വേരിയേഷൻസ് ഉണ്ട്. എനിക്ക് പർട്ടിക്കുലർലി ഞാൻ ബേസിലിനോട് പറഞ്ഞൊരു കാര്യം, ജാനെ കഹാ മേരാ ജിഗർ ഗയാജി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പൊ അത് വളരെ തമാശയിലാണ് തുടങ്ങുന്നത്. രണ്ടുപേരും കൂടെ ഈ കാണാതെ പോയ ഹൃദയം അന്വേഷിക്കുകയാണ്. കുറച്ച് ഇത് പോയിന്റ് കഴിയുമ്പം നീയാണോ അത് എടുത്തത് ചോദിക്കുന്നത്. പറയുന്നത് ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ, അറിഞ്ഞൂടെ എന്ന് തിരിച്ചു പറയുന്നു. അപ്പൊ ഇത് വളരെ വലിയ പ്രണയ സങ്കല്പങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഗുൽസാർ സാബിന്റെ മേരാ കുച്ച് സാമാൻ എന്നുള്ള എൻ്റെ കുറച്ച് സാധനങ്ങൾ നിന്റെ അവിടെ ഉണ്ടെന്ന് തിരിച്ചു തരൂ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് രണ്ടും ഞാൻ എപ്പോഴേക്കോ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ബേസിലിന്റെ തലയിൽ ഫ്യൂസ് ആയതിന്റെ ഒരു റിസൾട്ടാണിത്. നമുക്ക് ഇത്തരം ഒരു ലിറിക്സും ഒരു സോങ് കേട്ടിട്ട് കുറച്ച് ഒരുപാട് നാളായിട്ട് മിസ് ചെയ്തിട്ട് കേൾക്കത്ത് പോകും. അപ്പൊ ഞാൻ പറയായിരുന്നു ബേസിൽ ആൻഡ് യുവർ എൻറ്റയർ ടീം ഡിസേർവ്സ് എ ഹാറ്റ്സ് ഓഫ് എന്ന് പറയായിരുന്നു. ബേസിലിനാണ് അത്, ക്രിയേഷന് ബേസിൽ തന്നെയാണ് എല്ലാ ഇതും കൊടുക്കേണ്ടത്. പക്ഷേ ഈ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും ആയിരുന്നു. കാരണം ഇത് എനിക്കൊന്ന് ഈ 90s സോങ്സ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫൈൻ ചെയ്യുന്ന റാദർ ദാൻ ദ മ്യൂസിക്. ഇപ്പം ഇതിൽ മ്യൂസിക്കോ ഇതിന്റെ പ്രോഗ്രാമിങ്ങോ മിക്സിങ്ങോ എല്ലാം വളരെ കണ്ടംപററി ആണ് ഈ പാട്ടുകളിൽ. അതിനകത്തൊന്നും യാതൊരു ഇതിന് ഈ പറയുന്ന 90s എന്നുള്ള ഒരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പോയട്രിയുടെ ഭംഗിയാണ്. അപ്പോൾ ആ പോയട്രിയുടെ ഭംഗിയായിരുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് മിസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത്രയും കൂടുതൽ വരാത്തത്, വളരെ അപൂർവമായി മാത്രം ഇന്നത്തെ കാലത്ത് വരുന്നത് പോയട്രിയാണ്. അപ്പൊ ഇത് വേണമെന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു ഈ മ്യൂസിക്കിന്റെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്നത് ഇതിലെ ആദ്യത്തെ പാട്ടിന്റെ തന്നെ ഒരു ഐഡിയ, ഇതുവരെ പുറത്ത് വന്നിട്ടില്ലാത്തൊരു പാട്ട്, ഒരു ഗസൽ സ്റ്റൈലിലുള്ള വീത്രാഗാണത് പാടുന്നത്. വീത്രാഗിന്റെ ഒരു അതിമനോഹരമായ ഒരു ആലാപനം കുറച്ച് നാളിന് ശേഷം വരുവാണ്. നിശയിൽ നിന്ന് തുടങ്ങുന്ന ഒരു സോങ്. അപ്പൊ ആ സോങ്ങിന്റെ ഒരു കാറിൽ പോകുമ്പോൾ കാർ സ്റ്റീരിയോയിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ട് വേണം എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ ഈ ഐഡിയ വന്ന ദിവസം തന്നെ ഞാനും ബേസിലും സന്ദീപേട്ടനും കൂടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്. മ്യൂസിക് ഉണ്ടാക്കേണ്ട എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ആ മ്യൂസിക് ഉണ്ടാക്കേണ്ട ഗ്രൂപ്പിലാണ് ഫുൾ ഇതിന്റെ ഒറിജിനേഷൻ എന്നുള്ളത് നടന്നത്. അപ്പൊ അതിലാണ് ഈ പറഞ്ഞ ഒരു ദിവസം ബേസിൽ ഇങ്ങനെ ഒരു കുറച്ച് മലബാറി കുറച്ചും കൂടെ ഒരു ഫോക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഈ നീ ഒരിക്കൽ എൻ്റെ മുറിയിൽ കുറച്ച് ആ ഒരു സ്റ്റൈലാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു, ഇത് പരിപാടി കൊള്ളാം, ലിറിക്സ് കൊള്ളാം, ഇത് നമുക്കൊരു ഖവാലി ട്രീറ്റ്മെന്റ് കൊടുത്താലോ, കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു വേറൊരു ജോണറാണ് ഇത്. അപ്പോൾ അങ്ങനെ നോക്കാം എന്നൊരു ഐഡിയ വന്നു. അന്ന് തന്നെ ബേസിക്കലി അടുത്ത വർഷം ഉണ്ടാക്കിയപ്പോൾ നമ്മളത് പെർഫെക്റ്റ് ആണ്, ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ട് നടന്നത് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. പിന്നെയാണ് അതിന്റെ ബാക്കി വരിക. അപ്പൊ ഐഡിയ എന്ന് പറയുന്നത് മറ്റേ മേരാ കുച്ച് സാമാന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. മേരാ കുച്ച് സാമാനിൽ ഈ പരാതികളാണ്, അതെല്ലാം എന്റെ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നത് തിരിച്ചു തരൂ എന്നുള്ളതാണ്. ഇവിടെ ഈ ആൺകുട്ടി പറയുകയാണ് നിന്റെ സാധനങ്ങൾ നീ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. കഴിയുമ്പോൾ പെൺകുട്ടി പറയുന്നു അത് നീ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക, എന്നെ നോക്കണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രകൃതിയിൽ അത് ഇലകളെ കാറ്റ് വന്ന് എടുത്തു മാറ്റുന്നത് അതുപോലെ നീ അത് എടുത്തു മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു രണ്ട് സെറ്റ് ഓഫ് എക്സ്ചേഞ്ചസ് നടക്കുന്നു. ഈ അഞ്ചാമത്തെ സ്റ്റാൻസ് വരുമ്പം ഇത് രണ്ടും പൊളിയുമാണ്. അപ്പം ഈ പെൺകുട്ടി കാണിച്ചിരുന്ന ധൈര്യവും ഞാൻ മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്നതൊന്നും ഒക്കെ വെറുതെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരും അദൃശ്യമായ പ്രണയത്തിന്റെ വലയിൽ കുരുങ്ങി നിൽക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം രണ്ടുപേരും വരുന്നു, അത് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ആൾക്കാർ 2-3 മണിക്കൂർ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എവിടൊക്കെയോ കൊളുത്തുന്നുണ്ട് പാട്ട്. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ട്യൂൺ ആദ്യം വന്നു. ട്യൂണിന്റെ ഈ ഒരു അപ്രൂവൽ പ്രോസസ്സിലേക്ക് ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം പ്ലീസ് ചെയ്യാൻ പാടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് പിന്നെ ബേസിൽ വരി എഴുതുമായിരുന്നു. ഈ പാട്ട് ഇപ്പൊ ആശിഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പാട്ടിനെ മാത്രം പല്ലവി അറ്റ്ലീസ്റ്റ് ആദ്യമേ ഉണ്ടായതാണ്. ബേസിൽ ഒരു പക്ഷേ അല്ലാതെയും കവിതകൾ എഴുതുന്ന ഒരാളായിരിക്കാം കേട്ടോ. ഇത്രയൊരു സാധനം വരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യുനോ ബേസിൽ പറയുന്നത് ബേസിൽ ഈ ലിറിസിസ്റ്റ് എന്നുള്ള ജോലി ഒന്നും എടുത്താൽ കൊള്ളാമെന്നാണ്. കാരണം അത് അധികം ഭാരമില്ലാത്ത ജോലിയാണ്. മറ്റേത് ബേസിൽ മ്യൂസിക് ഡയറക്ടർ ആണല്ലോ, അപ്പം ഔട്ട്പുട്ട് എല്ലാവരും ഒറ്റ നോക്കുന്നു എന്നുള്ളൊരു വലിയൊരു ഭാരം വരുന്നുണ്ട്. ഇത് പക്ഷെ ലൈറ്റാണ്, ആരുടെയെങ്കിലും ആണല്ലോ മെയിൻ റെസ്പോൺസിബിലിറ്റി, വേറെ ആരെങ്കിലും ആണല്ലോ. ലിറിക്സ് സൈഡിൽ കൂടെ എഴുതി പോവാം, അതൊരു കരിയർ ഓപ്ഷനായിട്ട് ആലോചിക്കുന്നുണ്ട്, സൈഡ് കരിയർ ആയിട്ട്.
തീർച്ചയായിട്ടും വളരെ കുറച്ച് പേര് കാണുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ബേസിലിന് ആ രീതിയില് എനിക്ക് ബേസില് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വർഷം വളരെ ചെറുതായിരുന്നു. സ്കൂളിൽ എന്തോ പഠിക്കുമ്പം എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ഓർമ്മയിൽ നിന്ന് പറഞ്ഞു തന്നെ. അതൊക്കെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ. സ്കൂൾ ഭാവന, ഈ ബിബ്ലിക്കൽ ആയിട്ടുള്ള ഇമേജസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒരു സ്കൂൾ കുട്ടിയുടെ ഭാവനയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ രസമാണ്. ബേസിലൊരു കവിയാണ്. ഇതിൽ പറയാതിരുന്ന ശരിയാവാത്തൊരു കാര്യം ജിയോ ബേബിയുടെ ഒരു കോൺട്രിബ്യൂഷൻ യെസ്. വാട്ട്സ് ഓവർ വേ ആയിരുന്നു ആ ഒരു കൊളാബറേഷൻ എന്നുള്ള. ജിയോ ഈ അതിശയങ്ങളുടെ മേലിലാണ് ഞങ്ങളെയും അടുപ്പിച്ചത്. അതിശയങ്ങളുടെ മേലിൽ കണ്ടിട്ട് ജിയോ പറഞ്ഞ അഭിപ്രായങ്ങളും ജിയോ അത് പിന്നെ ആൾക്കാരോട് ഒരുപാട് പറഞ്ഞുകൊണ്ട് നടന്നതും ഒക്കെ എന്നെ ഒരുപാട് എനിക്ക് വളരെ റിവാർഡിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടച്ചിലായിരുന്നു. എനിക്ക് പലപ്പോഴും പല മീറ്റിംഗ്സും ജിയോ വഴി കിട്ടിയിട്ടുണ്ട്, സ്റ്റാർസുമായിട്ടൊക്കെ. അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ തൊട്ട് ആസ് എ ക്രൂ മെമ്പർ അസോസിയേറ്റ് ചെയ്യുന്നു. പിന്നെ ജിയോ അങ്ങനെ ഈ കോവിഡ് സമയത്ത് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ കണ്ടു. കനകക്കുന്ന് കൊട്ടാരത്തിലൊരു നടപ്പുണ്ടായിരുന്നു. അങ്ങനെ 2-3 വർഷം ആ സമയത്ത് വന്നായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. പബ്ലിക് പ്ലേസിലാണല്ലോ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ജസ്റ്റ് ഇത് കഴിഞ്ഞിരുന്നതേ ഉള്ളൂ, എഴുതി കഴിഞ്ഞതേ ഉള്ളൂ ഞാനും വിശാഖും. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇപ്പൊ ഈവൻ ജിയോ പറഞ്ഞിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് പിച്ച് ചെയ്യാൻ പോയിട്ടുള്ളതും കുറച്ച് മറ്റേ ആർട്ട് ഹൗസ് നേച്ചറുള്ള ഇത്രയും കൊമേഴ്ഷ്യൽ അല്ലാത്ത പ്രൊജക്റ്റാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് കൊമേഴ്ഷ്യൽ ആണല്ലോ, അതിൽ പ്രണയവുമുണ്ട്, തമാശയുണ്ട്, ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു വൈഡർ ഓഡിയൻസിന് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ തോന്നി. അപ്പൊ ഇത് ഞാൻ ജിയോ എടുത്ത് ചോദിക്കുന്നത് ഇത് എന്നെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനും ബഡ്ജറ്റ് ചെയ്യാനൊക്കെ ഒന്ന് സഹായിക്കും എന്നുള്ള രീതിയിലാണ്. കഥ പറഞ്ഞു, കഥ ഇത് കൊള്ളാമല്ലോ പരിപാടി, എനിക്കൊന്ന് സ്ക്രിപ്റ്റ് അയച്ചാന്ന് പറയുന്നു. സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസം ജിയോ വീട്ടിൽ പോയിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഉടനെ എന്നെ വിളിക്കുന്നു. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കഴിയുന്നു. ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതോടെ ഓക്കെ ആവുന്നു. പിന്നെ ജിയോ വഴിയാണ് ഈ റോഷനിലേക്കും ഈ പറഞ്ഞ എനിക്ക് ആക്സസ് ഇല്ലാത്ത എല്ലാ സ്ഥലത്തേക്കും ആക്സസ് കിട്ടുന്നത് ജിയോ വഴിയാണ്. അതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ജിയോ എല്ലാവർക്കും ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. ബാക്കി എനിക്ക് തോന്നുന്നു അവര് ചെയ്യുന്നത് തന്നെയാണ്. ജിയോ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ പറയാം, ഇവരുടെ എല്ലാം പ്രീവിയസ് വർക്ക് മാത്രമാണ് ജിയോയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുവാണ്. പിന്നെ എന്ത് പറ്റുന്നു എന്നുള്ളത് ജിയോയുടെ കയ്യിലും അല്ല. അപ്പം എനിക്ക് അത് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം ഞാൻ ജിയോയുടെ തിരക്കുകൾ പല തിരക്കുകളിലാണ്. ഞാനും ഈ എഡിറ്റിങ്ങും അതിൻ്റെ തിരക്കുകളിലൊക്കെയാണ്. ഒരു ദിവസം അവിചാരിതമായിട്ട് ജിയോയുടെ ഒരു കോള് വരുന്നു. എന്നിട്ട് ജിയോ പറയുന്നു, അപ്പം നമ്മുടെ മാൻകൈൻഡിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ വിമിയോയിൽ അക്കൗണ്ടിൽ ഇതെല്ലാം ഉണ്ടല്ലോ, സിനിമകളൊക്കെ ഉണ്ട്. പറഞ്ഞു ഞാൻ ഇന്നലെ സിനിമ അവിടെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് കിടക്കാമെന്ന് കഴിഞ്ഞ് രാത്രി തുടങ്ങിയാണ്. ആദ്യത്തെ 1-2 സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹുക്ഡായി. പിന്നെ ഞാൻ രാത്രി ഉറങ്ങാതെ ഇരുന്ന് കണ്ടു തീർത്തിട്ടാണ്. എന്നിട്ട് ജിയോ എന്ന് പറഞ്ഞത് ഇത് ഒരു 25 വയസ്സിന് മുകളിൽ ഒരു പ്രണയവും ബ്രേക്കപ്പ് ഒക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെപ്പോഴും ആശങ്ക ഉണ്ടായിരുന്നു അതൊക്കെ പറ്റും. പക്ഷെ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈവൻ 25-ൽ താഴെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള പിള്ളേരൊക്കെ കാണിക്കുമ്പോൾ അവർക്കെല്ലാം ഇത് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ജിയോ അന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, എനിക്ക് എപ്പോഴും ജിയോയെ പറ്റി എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഈ മലയാളി ഓഡിയൻസിന്റെ ഒരു പൾസ് മനസ്സിലാക്കുന്നതിൽ ജിയോയ്ക്കുള്ള ഒരു ഇതാണ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ആയാലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ആദ്യം ജിയോ എന്നോട് പറയുന്നതിന്റെ അപ്പോൾ അതിന്റെ ഫോം വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഫോമിൽ ചെയ്തിരുന്നെങ്കിൽ അതൊരു എന്താ പറയുന്നത്, ഒരു കുറെ ബാരിയേഴ്സ്, ആർട്ടിലെ കുറെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനമായി മാറുക. അപ്പൊ എനിക്ക് ആദ്യം സബ്ടൈറ്റിൽ ചെയ്യാൻ വേണ്ടി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ആദ്യത്തെ നിരാശ ഇതാണ്, ഇതല്ലല്ലോ നിങ്ങൾ അന്ന് പറഞ്ഞതെന്നുള്ളതാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ആയി മാറിയ ഒരു ഫെനോമിനൻ ആവണമെങ്കിൽ അത് ഇങ്ങനെ തന്നെ വേണം. അതിന്റെ റൈറ്റ് പ്രസന്റേഷൻ ആണ് ജിയോ കണ്ടുപിടിച്ചത്. അത് മറ്റേതൊരു കുറച്ച് പേര് കാണുന്ന ഒരു സാധനമായിട്ട് ഏതെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ പോകുമായിരുന്നു. അതിന്റെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ അത് ആ ഒരു എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് അറിയുന്നുണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരാള് എടുത്ത ഒരു ഡിസിഷൻ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഞാൻ കൊളാക്കിയില്ല. അത് ജിയോയ്ക്ക് ഇംപ്രസീവ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ജിയോ എപ്പോഴും ഇതിന്റെ ഏറ്റവും വലിയ ഒരു അംബാസഡർ എന്ന് പറയുന്നത് ജിയോ തന്നെയാണ് സിനിമയുടെ. എന്തായാലും എല്ലാ ആശംസകളും. ഇത്തിരി നേരം ഒത്തിരി ചർച്ചയാവട്ടെ.
വലിയ വിജയമാവട്ടെ. തുടർന്നും താങ്ക് യു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റിലീസ് ഐ തിങ്ക് വിൽ പ്രോബ്ലി കണക്ട് വൺസ് അഗൈൻ. ഷുവർ. യെസ് യെസ്, ഐ എം ഷുവർ ദർ വിൽ ബി ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം അങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.